റഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ദർസുൽ ഖുർആനിൻ്റെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദർസുൽ ഖുർആനിൻ്റെ പ്രതിവാര ക്ലാസ്സിൽ കഴിഞ്ഞ രണ്ടാഴ്ചകളിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തു തഗാബുനിലെ 1 മുതൽ 8 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ വിശദീകരിച്ചത്. പ്രസ്തുത അധ്യായത്തിലെ 9 മുതൽ 11 വരെയുള്ള വചനങ്ങളാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തിൻ്റെ വഴികാട്ടിയാണ് എന്ന് മനസ്സിലാക്കുകയും അങ്ങനെ ഖുർആൻ വായിച്ചു മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ഒരു സത്യവിശ്വാസി ബാധ്യസ്ഥനാണ് എന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ ക്ലാസിൻ്റെ അഥവാ വിശുദ്ധ ഖുർആൻ പഠനത്തിൻ്റെ പ്രാധാന്യം വർദ്ധിക്കുന്നത്. കാരണം ഇത് ദൈവികമായ വചനങ്ങളാണ്. ഇഹലോകവും പരലോകവും വിജയിക്കണം എന്നതിനു വേണ്ടി മനുഷ്യരുടെ സൃഷ്ടാവ് മനുഷ്യർക്ക് വേണ്ടി അവതരിപ്പിച്ച ഒരു വേദഗ്രന്ഥം. അവൻ്റെ ജീവിതത്തിൽ അവൻ വിശ്വസിക്കേണ്ട, അവൻ പ്രവർത്തിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചെല്ലാം അവനെ ബോധ്യപ്പെടുത്തുന്ന വേദഗ്രന്ഥം. അതുകൊണ്ട് തന്നെ ചില ചരിത്രങ്ങളും ഉപമകളും ഉദാഹരണങ്ങളും അവൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് പല കാര്യങ്ങളും ഖുർആൻ വിശദീകരിക്കുന്നത്. അതുപോലെ തന്നെ അതിനേക്കാൾ പ്രാധാന്യത്തോടു കൂടി മനുഷ്യന് വരാനിരിക്കുന്ന കാര്യങ്ങളെ അവന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അത്തരം ചില സംഭവങ്ങളാണ് ഇന്ന് നമ്മൾ വായിക്കുന്ന 9 മുതൽ 11 വരെയുള്ള ആയത്തുകളിൽ അള്ളാഹു വിശദീകരിക്കുന്നത്. അതിലെ ആദ്യത്തെ വചനം നമുക്ക് പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യൗമ യജ്മഉകും ലിയൗമിൽ ജംഅ് ذلك يوم التغابن ومن يؤمن بالله ويعمل صالحا يكفر عنه سيئاته ويدخله جنات تجري من تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم. ഈ ആയത്തിന്റെ നേർക്കുനേരെയുള്ള അർത്ഥം യൗമ യജ്മഉകും ലിയൗമിൽ ജംഅ്. യൗമ യജ്മഉകും, അവൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടുന്ന ദിവസം. ലിയൗമിൽ ജംഅ്, ഒരുമിച്ച് കൂട്ടുന്ന ആ ദിവസത്തിനു വേണ്ടി അവൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടുന്ന ഒരു ദിവസം എന്ന് പറഞ്ഞാൽ മഹ്ശറയിലെ പുനരുത്ഥാനമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദാലിക യൗമുത് തഗാബുൻ, ആ ദിവസം തീർച്ചയായും നഷ്ടം വെളിപ്പെടുന്ന ദിവസമാണ്. ഇതാണ് ഈ ആയത്തിലെ ഒന്നാമത്തെ ഭാഗം. എന്നിട്ട് അള്ളാഹു പറയാണ്, വമൻ യുഅ്മിൻ ബില്ലാഹി വയഅമൽ സാലിഹ, ആർ അള്ളാഹുവിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നുവോ, യുകഫിറു അൻഹു സയ്യിആതിഹി, അവന്റെ പാപങ്ങൾ അള്ളാഹു അവന് മായ്ച്ചു നൽകും.
വ യുദ്ഖിൽഹു അവനെ പ്രവേശിപ്പിക്കുകയും ചെയ്യും ജന്നാത്തിൻ സ്വർഗത്തോപ്പുകളിൽ. ആ സ്വർഗത്തോപ്പുകളുടെ സവിശേഷത ഖുർആൻ പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, തജ്രി മിൻ തഹ്തിഹിൽ അൻഹാർ. അതൊരു സാഹിത്യം, അതല്ലെങ്കിൽ ഒരു മനുഷ്യനെ ആ സ്വർഗവുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ അതിൻ്റെ ഒരു വളരെ വലിയൊരു പ്രത്യേകതയാണ് ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത്. ആ സ്വർഗത്തിന്റെ ഒരു സവിശേഷത തജ്രി മിൻ തഹ്തിഹിൽ അൻഹാർ, അതിന്റെ താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകുന്നുണ്ട്. ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന, ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ഖാലിദീന ഫീഹ, അവരതിൽ ശാശ്വതരായിരിക്കും. ഖാലിദീന ഫീഹ അബദ, എന്നൊന്നും. ദാലിക്കൽ ഫൗസുൽ അഗീം, അതത്ര മഹത്തായ വിജയം. അപ്പൊ ഈ ഒന്നാമത്തെ ആയത്തിൽ ആദ്യ ഭാഗത്ത് അള്ളാഹു പറയുന്ന ഒരു കാര്യം എന്താ പറയുക? യൗമ യജ്മഅക്കും, അവൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടും. യൗമിൽ ജം, ഒരുമിച്ച് കൂട്ടുന്ന ആ ദിവസത്തിനു വേണ്ടി എന്നാണ്. ഇവിടെ യഥാർത്ഥത്തിൽ ഉയർത്തെഴുന്നേൽപ്പാണ് പരാമർശിക്കുന്നത്. അതാണ് യൗമുൽ ജം എന്ന് പറയുന്നത്. ആ യൗമുൽ ജംഇൽ ഈ കാലത്ത് ജീവിക്കുന്ന ആളുകളെ മാത്രമല്ലട്ടോ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ആദ്യം ഈ ലോകത്ത് മരണപ്പെട്ട അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ടവൻ ആരോ, ആദമിന്റെ മക്കളിൽ ഒരുവൻ, അയാൾ മുതൽ ഈ ലോകത്ത് അവസാനം ജനിച്ചു വീഴുന്ന കുഞ്ഞ്, അവർ വരെ ആ മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടപ്പെടും. അപ്പൊ അതുകൊണ്ട് തന്നെ പൂർവികരെന്നോ സമകാലികരെന്നോ അതല്ലെങ്കിൽ പിൽക്കാലക്കാരെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും അവിടെ ഒരുമിച്ച് കൂട്ടപ്പെടും എന്ന് ഖുർആൻ സൂറത്ത് വാഖിഅയിലും പറയുന്നുണ്ട്. ഖുൽ ഇന്നൽ അവ്വലീന വൽ ആഖിരീൻ ലമജ്മൂഊന ഇലാ മീഖാതി യൗമിൻ മഅലൂം. ഇവിടെ അള്ളാഹു പറയുന്നത് എന്താ? സൂറത്ത് വാഖിഅയിൽ ഖുൽ നബിയെ പറയുക, ഇന്നൽ അവ്വലീന വൽ ആഖിരീൻ, തീർച്ചയായും ആദ്യകാലക്കാരും അതുപോലെ തന്നെ പിൽക്കാലക്കാരും ഒരുമിച്ച് കൂട്ടപ്പെടും. മാത്രമല്ല അവർ ഒരുമിച്ച് കൂട്ടപ്പെടും ഇലാ മീഖാത്തി യൗമിൻ മഅലൂം, നിശ്ചിതമായ ആ സമയത്ത് നിശ്ചിതമായ സ്ഥലത്ത് അവർ ഒരുമിച്ച് കൂട്ടപ്പെടും. അപ്പൊ ഇങ്ങനെ മനുഷ്യന്റെ ഈ മഹ്ശറയിലേക്കുള്ള മടക്കത്തെ അത് മൊത്തത്തിലും അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഇനി ഓരോ വ്യക്തിയോട് പ്രത്യേകമായും പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ജുമുഅയിൽ നമുക്കത് കാണാൻ കഴിയും. അപ്പൊ മനുഷ്യനെ അവിടെ അള്ളാഹു അവനോട് പറയുന്നത്, മനുഷ്യൻ അവൻ ഏതൊരു മരണത്തിൽ നിന്നാണോ ഭയന്നോടുന്നത്, തീർച്ചയായും ആ മരണം അവനെ പിടികൂടുക തന്നെ ചെയ്യും എന്ന് അള്ളാഹു പറയുന്നുണ്ടല്ലോ സൂറത്തുൽ ജുമുഅയിൽ. ആ പിടികൂടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ അള്ളാഹു പറയുന്നത്, എന്നിട്ട് നിങ്ങൾ പ്രവർത്തിച്ചതിനെ കുറിച്ച് അവൻ വിവരമറിയിക്കും, നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇതൊക്കെയായിരുന്നു നിങ്ങളുടെ ഇഹലോക ജീവിതത്തിലെ കാര്യങ്ങളെന്ന്. അപ്പൊ കൃത്യമായി നമ്മൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി നമ്മളെ ഒരു പ്രത്യേക സ്ഥലത്ത് അള്ളാഹു ഒരുമിച്ച് കൂട്ടുകയാണ്. അതുകൊണ്ട് തന്നെ ആ ദിവസവും ആ സ്ഥലവും അതൊരു കൃത്യമായി ഖുർആൻ പറഞ്ഞത് ഒരു ദിവസം എന്നാ പറഞ്ഞത്. കാരണം എന്താ അറിയോ? പിന്നെ ദിവസമില്ല, സൂര്യൻ അസ്തമിക്കാനോ സൂര്യൻ ഉദിക്കാനോ ഇല്ല. അപ്പൊ അതൊരു ദിവസമായിട്ട് പിന്നീട് അങ്ങനെയുള്ള ജീവിതമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ യൗമുൽ ഖിയാമ, യൗമുൽ ആഖിർ എന്നൊക്കെ, അഥവാ അന്ത്യദിനം, അവസാന ദിനം എന്നൊക്കെ പറയുന്നതുണ്ടല്ലോ അറബിയിൽ, നമുക്കറിയാലോ. പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറഞ്ഞത് അവസാന ദിനം, അന്ത്യദിനം എന്നൊക്കെ പറയാനുള്ള കാരണം ഐ ലാ യൗമുൻ ബഅദഹു, അഥവാ അതിനുശേഷം പിന്നെ ഒരു ദിവസമില്ല, ആ ഒരൊറ്റ ദിവസമാണ് പിന്നീടുള്ളത്. പിന്നീട് അത് അങ്ങനെ തന്നെ പോവുകയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ആ ഒരു ദിവസത്തെ നമുക്ക് ഇവിടെ വർണ്ണിക്കുവാനോ അതല്ലെങ്കിൽ എങ്ങനെയെന്ന് നമുക്ക് ഭാവന നടത്താനോ സാധിക്കില്ലല്ലോ. കാരണം പരലോകവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം. പക്ഷെ അള്ളാഹു പറയുന്നുണ്ട്, ആ നിശ്ചിതമായ സമയത്ത് നിശ്ചിതമായ സ്ഥലത്ത് അവൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടും എന്ന് പറയുന്നുണ്ട്. എന്നിട്ടോ ദാലിക യൗമുത് തഗാബുൻ, അതത്രേ ഈ അധ്യായത്തിന്റെ പേരാണ് തഗാബുൻ എന്നത്, സൂറത്തു തഗാബുൻ. അപ്പൊ ഇതിന്റെ ആമുഖത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഈ അധ്യായം ആരംഭിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, ഇങ്ങനെ 9ാമത്തെ അധ്യായത്തിൽ ഒരു നഷ്ടത്തിന്റെ ദിനം എന്ന്, അല്ലെങ്കിൽ നഷ്ടം വെളിപ്പെടുന്ന ദിനം എന്ന ഒരു പരാമർശമുണ്ട്. അതാണല്ലോ ഈ അധ്യായത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ ഒരു വിഷയം. അതുകൊണ്ട് തന്നെയാണ് ഈ അധ്യായത്തിന് സൂറത്തു തഗാബുൻ എന്ന പേര് നൽകപ്പെട്ടിട്ടുള്ളത്. ഇനി എന്താണ് ഈ നഷ്ടം വെളിപ്പെടുന്ന ദിവസം എന്നറിയോ?
എല്ലാ മനുഷ്യരെയും അവിടെ ഒരുമിച്ച് കൂട്ടപ്പെടുകയാണല്ലോ. അപ്പൊ നമുക്കറിയാം ഇവിടെ തന്നെ ഈ ലോകത്ത് തന്നെ കമ്പനികൾ അല്ലെങ്കിൽ ബിസിനസ് നടത്തുന്ന ആളുകൾ, ആ ബിസിനസ് ഇയർ എന്ന് പറയുന്നത് അത് എൻഡ് ഒന്നുകിൽ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണല്ലോ. അപ്പൊ അവരെന്ത് ചെയ്യും? അതിന്റെ ഇൻവെന്ററി എടുക്കും. കമ്പനികളാണെങ്കിൽ അവർ ഡിസംബറിലാണെങ്കിൽ ചിലത് ഡിസംബറിൽ എടുക്കും. എന്താണെങ്കിലും ഒരു വാർഷിക കണക്കെടുപ്പ് നടത്താറുണ്ട്. അതെന്തിനാ അറിയോ? അവരുടെ വരവ് എത്ര, അവരുടെ ചെലവ് എത്ര, നഷ്ടമുണ്ടോ, ലാഭം എത്രയാണ്, ഇങ്ങനെയുള്ള ഒരു ടോട്ടലി ആയിട്ടുള്ള അതിന്റെ ഒരു കണക്കെടുപ്പ്. മനുഷ്യനെ സംബന്ധിച്ച് അവൻ എത്ര കാലം ഈ ലോകത്ത് ജീവിച്ചോ ആ ജീവിച്ച കാലത്ത് അവന്റെ കണക്കെടുപ്പാണ് യഥാർത്ഥത്തിൽ പരലോകത്ത് ആ യൗമുത്തഗാബുൻ അവിടെ നടത്തുന്നത്. അപ്പൊ അള്ളാഹു ഇതിന് യൗമുത്തഗാബുൻ എന്ന് പറയാനുള്ള ഒരു കാരണം എന്താ അറിയോ? യഥാർത്ഥത്തിൽ ഇഹലോകത്ത് വെച്ച് നടത്തിയ മനുഷ്യൻ നടത്തിയ അവന്റെ വ്യാപാരങ്ങളുടെ അഥവാ ജീവിതത്തിലെ പ്രവർത്തനങ്ങളുടെ എല്ലാം കണക്ക് പരിശോധിച്ച് ആർക്കെല്ലാമാണ് നഷ്ടം പിഴഞ്ഞിരിക്കുന്നത്, ആർക്കെല്ലാമാണ് ലാഭം കിട്ടിയിരിക്കുന്നത്, അതേപോലെ തന്നെ എന്ന് കൃത്യമായി അള്ളാഹു തിട്ടപ്പെടുത്തുന്ന ഒരു ദിവസമാണ് അന്ത്യനാൾ. അതുകൊണ്ടാണ് ആ ദിവസത്തിന് നഷ്ടം വെളിപ്പെടുന്ന ദിവസം അല്ലെങ്കിൽ ലാഭനഷ്ടം കണക്ക് നോക്കുന്ന ദിവസം എന്ന അർത്ഥത്തിൽ യൗമുത്തഗാബുൻ എന്ന് പറയപ്പെട്ടിരിക്കുന്നത്. ഇത് പറയുമ്പോൾ തന്നെ ആ ദിവസത്തിന്റെ ഒരു രൂപം നമ്മുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമല്ലോ. അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ അള്ളാഹു ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് അതിന് ശേഷം ചില കാര്യങ്ങൾ പറയാട്ടോ. ആ നഷ്ടവുമായി അല്ലെങ്കിൽ ലാഭവുമായി ആർക്കാണ് നഷ്ടം, ആർക്കാണ് ലാഭം ഉണ്ടാവുക, നഷ്ടമുണ്ടായവർക്ക് എന്താണ് സംഭവിക്കുക, ലാഭമുണ്ടാക്കിയവർക്ക് എന്താണ് സംഭവിക്കുക, അതാണ് അള്ളാഹു അതിനുശേഷം പറയുന്നത്. അതെന്താ? وَمَن يُؤْمِن بِاللَّهِ وَيَعْمَلْ صَالِحًا يُكَفِّرْ عَنْهُ سَيِّئَاتِهِ وَيُدْخِلْهُ جَنَّاتٍ تَجْرِي مِنْ تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم. ഇവിടെ എന്താ പറയുന്നേ? ഇവിടെ അള്ളാഹു പറയാം വമൻ യുഅ്മിൻ ബില്ലാഹ്, ആർ അള്ളാഹുവിൽ വിശ്വസിക്കുകയും വയാമൽ സാലിഹ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തുവോ തീർച്ചയായിട്ടും യുകഫിർ അൻഹു സയ്യിആതിഹി അവന്റെ പാപങ്ങൾ അള്ളാഹു അവന് മായ്ച്ചു നൽകുന്നതാണ്. അവന്റെ പാപങ്ങൾ, കുറ്റങ്ങൾ അള്ളാഹു അവന് മായ്ച്ചു നൽകും. മാത്രമല്ല വയുദ്ഖിൽഹു അവനെ പ്രവേശിപ്പിക്കുകയും ചെയ്യും. ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളിൽ അള്ളാഹു അവനെ പ്രവേശിപ്പിക്കും. മാത്രമല്ലട്ടോ, അതിന്റെ ഒരു പ്രത്യേകത എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ആ ഒരൊറ്റ ദിവസമേ ഉള്ളൂ, വേറെ ദിവസമില്ല. അതങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോവുകയാണ്. ആ ദിവസം അവിടെ അവസാനമില്ല. അത് സ്വർഗത്തിലേക്ക് പ്രവേശിച്ചവനോ അതിലവൻ ശാശ്വതനാണ്. ഖാലിദീന ഫീഹ അബദ, അവൻ അതിൽ എന്നെന്നും താമസിക്കുന്നവനാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് ഖുർആൻ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്. സ്വർഗത്തിലേക്ക് പോയ ഒരാളെ, ഇത് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഒരു ഭാഗം കൂടിയാണ് കേട്ടോ. കാരണം എന്താ അറിയോ? സ്വർഗത്തിലേക്ക് എത്തിയ, എങ്ങനെയെങ്കിലും എത്തിപ്പെട്ട ഒരാളെ ആ സ്വർഗത്തിൽ നിന്ന് അള്ളാഹു പിന്നീട് എന്ത് ചെയ്യില്ല, പുറത്തേക്ക് നരകത്തിലേക്ക് ആക്കൂല. എന്നാലോ നേരെ തിരിച്ച് സംഭവിക്കുന്നുണ്ട്. നരകത്തിലേക്ക് പോയ പല ആളുകളും അവരുടെ തിന്മയുടെ ആ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞാൽ അവർ തൗഹീദുള്ളവരാണെങ്കിൽ, അഥവാ ലാ ഇലാഹ ഇല്ലല്ലയിൽ പങ്കു ചേർക്കാതെ നിഷ്കളങ്കമായി വിശ്വസിച്ച് അമലുകൾ ചെയ്തവരിലും വലിയ പാപങ്ങളൊക്കെ സംഭവിക്കും. ഒരു പക്ഷെ അവർ പശ്ചാത്തപിക്കാതെ അള്ളാഹു അവർക്ക് പുറത്തു കൊടുത്തിട്ടില്ല, കാരണം അവർ പശ്ചാത്തപിച്ചിട്ടില്ല. അങ്ങനെയുള്ള ആളുകൾ അതിന്റെ ശിക്ഷ നരകത്തിൽ അനുഭവിക്കും. പക്ഷെ അള്ളാഹു പറയട്ടോ, ബുഖാരിയിൽ പറയുന്നുണ്ട്, അള്ളാഹു അമറൽ മലായിക്കത്ത, അവൻ മലക്കുകളോട് ഇങ്ങനെ കൽപ്പിക്കും എന്നാ പറയുന്നത്. എന്ത്? ആ നരകത്തിൽ നിന്ന് മിമ്മൻ യശ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് സാക്ഷ്യം വഹിച്ചവരാരൊക്കെയുണ്ടോ അവരെ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അള്ളാഹു തന്നെ മലക്കുകളോട് പറയും. അപ്പൊ മലക്കുകൾ അത് ചെയ്യും. അത് ഞാൻ നേരത്തെ പറഞ്ഞു. ആ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞാൽ അവരെ പിന്നീട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. എന്നാൽ അള്ളാഹുവിന്റെ കാരുണ്യം നോക്കണം. സ്വർഗത്തിലെത്തിയ ഒരാളെ പിന്നെ ഒരിക്കലും നരകത്തിലേക്ക് കൊണ്ടുപോകുന്നില്ല. ഇവിടെ അള്ളാഹു പറയുന്നത് ഖാലിദീന ഫിഹ, അവരതിൽ ശാശ്വതരാണ്. അപ്പൊ അവരതിൽ ശാശ്വതരാണ് എന്ന് പറയുമ്പോൾ അതിനുശേഷം പറയട്ടോ ദാലിക്കൽ ഫൗസുൽ അലീം, അതത്രേ മഹത്തായ വിജയം. അപ്പോ ഈ കച്ചവടത്തിൽ
ഭൗതിക ജീവിതത്തിലെ മനുഷ്യന്റെ പ്രവർത്തനങ്ങളാകുന്ന വ്യാപാരത്തിൽ ലാഭം നേടിയവരാരോ, ആ കണക്ക് നോക്കുന്ന ദിവസം ലാഭം നേടിയവരാരോ അവർ ഈ സ്വർഗത്തിൽ ശാശ്വതരായിരിക്കും എന്ന് അള്ളാഹു പറയുന്നത്. എന്നാൽ അടുത്ത ഒരു വിഭാഗത്തെക്കുറിച്ച് പറയുന്നു, നഷ്ടം സംഭവിച്ചവരെ കുറിച്ച്. അതെന്താ? വല്ലദീന കഫറൂ വകദ്ദബൂ ബിആയാതിനാ ഉലൈക അസ്ഹാബുൻ നാരി ഖാലിദീന ഫീഹാ വബിഇസൽ മസീർ. വല്ലദീന കഫറു, നേരത്തെ പറഞ്ഞത് വല്ലദീന ആമനു, അല്ലെങ്കിൽ അതെ വിശ്വസിച്ചവർ, അല്ലെങ്കിൽ വമയുഅ്മിൻ ബില്ല, ആര് അള്ളാഹുവിൽ വിശ്വസിച്ചോ. ഇവിടെ പറയുന്നത് എന്താ? അള്ളാഹുവിൽ അവിശ്വസിച്ചവരാരോ. മാത്രമല്ല വകദ്ദബൂ ബിആയാതിന, അള്ളാഹു പറയാ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ, ആയത്തുകളെ തള്ളിക്കളയുകയും ചെയ്തവരാരോ ഉലൈക, അവർക്കാണ്, അല്ലെങ്കിൽ അക്കൂട്ടരാണ് അസ്ഹാബുന്നാരി, നരകത്തിന്റെ ആളുകൾ. അവരായിരിക്കും നരകത്തിന്റെ ആളുകൾ. മാത്രമല്ല ഖാലിദീന ഫിഹ, അവരതിൽ ശാശ്വതരായിരിക്കും. അപ്പൊ ഇവിടെ ശാശ്വതരായിരിക്കും എന്ന് പറയുമ്പോൾ തന്നെ ഇതിന്റെ വിശദീകരണത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നരകത്തിന്റെ ആളുകൾ ആ നരകത്തിലേക്ക് അവരുടെ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. അത് ലാ ഇലാഹ ഇല്ലല്ലയുടെ ഒരു പ്രത്യേകതയും അതിന്റെ മഹത്വവും സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അള്ളാഹുവിന്റെ കാരുണ്യത്തെ സൂചിപ്പിക്കുന്ന കാര്യമാണ്. അപ്പൊ ബാക്കിയുള്ള ആളുകൾ അങ്ങനെ അതുകൂടെ അതിൽ നിന്ന് പുറത്തെടുത്തു കഴിഞ്ഞാൽ പിന്നെയുള്ള ആ ആളുകൾ നരകത്തിൽ ശാശ്വതരായിരിക്കും. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പിന്നൊരു ദിവസമോ അതിൽ നിന്ന് അവരെ മോചിപ്പിക്കുന്ന ഒരു കാര്യമോ ഇല്ല. എന്നാൽ ഒബീസുൽ മസീർ, അള്ളാഹു തന്നെ പറയാട്ടോ, അവൻ സൃഷ്ടിച്ചു വെച്ചതാണല്ലോ നരകം. അപ്പൊ അതിന്റെ ഭീകരതയും ആ നരകത്തിന്റെ ഭയാനകതയും ഒക്കെ എത്ര ഉണ്ട് എന്ന് അള്ളാഹുവിന് തന്നെ അറിയാം. അവനാണ് അറിയുക. എന്നാൽ പല കാര്യങ്ങളും അവന്റെ പ്രവാചകനിലൂടെയും വിശുദ്ധ ഖുർആനിലൂടെയൊക്കെ അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നരകത്തിന്റെ ചൂടിനെ കുറിച്ച്, അതിലെ ഭക്ഷണത്തെക്കുറിച്ച്, അതിലെ മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ. അപ്പൊ അതൊക്കെയും മനുഷ്യനൊരിക്കലും ആശ്വാസമോ ആസ്വാദനമോ നൽകുന്നതല്ലട്ടോ. അവിടെ അവന് വിശപ്പിന് ഭക്ഷണമുണ്ട്, അവിടെ ദാഹത്തിന് വെള്ളമുണ്ട്, ഒക്കെ പറയുന്നുണ്ടെങ്കിലും അവൻ കഴിക്കുന്ന ഭക്ഷണം ലാ യുസ്മിനു ഫീഹ ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂ, അത് അവന് വിശപ്പിന് ശമനമാവുകയോ അല്ലെങ്കിൽ അവന് ശരീരത്തിന് പോഷണം, ഊർജം നൽകുകയോ ചെയ്യുകയില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്താണ് അവന്റെ ഭക്ഷണം? അത് നരകത്തിലെ ഒരു വൃക്ഷത്തിൽ നിന്ന് അള്ളാഹു തന്നെ അവിടെ നട്ടുപിടിപ്പിച്ച ഒരു വൃക്ഷം, സഖൂം വൃക്ഷം, അതിന്റെ ഭക്ഷണമാണ്, അതിന്റെ കായയാണ് അവന്റെ ഭക്ഷണം. അതേപോലെ തന്നെ അതൊക്കെ കഴിച്ചാൽ പിന്നീട് എന്ത് സംഭവിക്കും എന്നൊക്കെ അതവന്റെ അവരുടെ വയറുകളിൽ തിളച്ചു മറിയും. തഗ്ലീഫിൽ ബുത്തൂൻ എന്നൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. അതേപോലെ തന്നെ അവന് കുടിക്കാൻ വെള്ളം കൊടുക്കും. അവൻ അള്ളാഹുവിനോട് പറയും, അള്ളാഹുവേ എനിക്ക് വെള്ളം തരണമേ, എനിക്ക് ദാഹിക്കുന്നുണ്ട്. അള്ളാഹു പറയാണ്. അപ്പൊ അവൻ അള്ളാഹു വെള്ളം കുടിക്കും. പക്ഷെ ആ വെള്ളത്തെക്കുറിച്ച് ഖുർആൻ ഒരു സ്ഥലത്ത് പറയുന്നത് എന്താ? അത് കുടിക്കാൻ വായിലേക്ക് കൊണ്ടുപോകുമ്പോ അവൻ കൊണ്ടുപോകില്ല, അവന്റെ മുഖങ്ങളെ അത് കരിച്ചു കളയും. അപ്പൊ എത്ര മോശമായ പാനീയമാണ് അവന് കുടിക്കാൻ കൊടുക്കുന്നത്. അപ്പൊ ഇതാണ് നരകം. ആ നരകത്തിൽ അവൻ ഒരു ദിവസമല്ലട്ടോ, ആ നരകത്തിൽ അവൻ ശാശ്വതനാണ് എന്ന് പറയുമ്പോൾ ആ നരകത്തെ ഭയപ്പെടാതിരിക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല. ഇന്ന് നമ്മൾ വായിച്ചിട്ടുള്ള 4ാമത്തെ അല്ലെങ്കിൽ അവസാനത്തെ വചനം, 3ാമത്തെ വചനം, അത് ആ വിഷയം പറഞ്ഞു കഴിഞ്ഞിട്ട് അള്ളാഹു മറ്റൊരു വിഷയം, അത് നമ്മൾ അടിസ്ഥാനപരമായി വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് അള്ളാഹു ഈ ആയത്തിൽ പരാമർശിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ പറയുക, ഈ സ്വർഗം നരകം എന്നതൊക്കെ പറയുമ്പോൾ ആ 2 കാര്യങ്ങൾ പറഞ്ഞപ്പോഴും ആദ്യത്തെ ആയത്തിൽ സ്വർഗത്തിൽ അവർ നിത്യവാസികളായിരിക്കും എന്ന് പറഞ്ഞല്ലോ, അതിനുശേഷം ഒരു കാര്യം പറഞ്ഞു, ദാലിക്കൽ ഫൗസുൽ അദീം, അതാണ് മഹത്തായ വിജയമെന്ന്. എന്നാൽ 2ാമത് വിഷയം ആ നഷ്ടം സംഭവിച്ച ആളുകൾക്ക് നരകമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞത് എന്താ അറിയോ? വബീസുൽ മസീർ, അത് മോശം, എത്ര ചീത്തയായ സങ്കേതം എന്നാണ്. അപ്പൊ ഈ നരകത്തെയും ഈ സ്വർഗത്തെയും അള്ളാഹു ഇവിടെ അങ്ങനെ വിശേഷിപ്പിക്കുകയാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ സ്വർഗത്തിൽ പോകുന്ന ഒരാള് ആ നരകത്തിൽ നിന്ന് താൻ രക്ഷപ്പെട്ടതിന്റെ ഭാഗ്യം, അവന് അതിന് അള്ളാഹു നൽകിയ തൗഫീഖ്, അത് അറിയാൻ വേണ്ടിയിട്ട്, അവന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അവന് ആ നരകത്തെ കാണിച്ചു കൊടുക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോ അതേപോലെ തന്നെയാണ് നരകത്തിൽ പോകുന്ന ആളുകളും. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായും നമ്മൾ മനസ്സിലാക്കുക, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
പറഞ്ഞ വചനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ഈ ക്ലാസിന്റെ നോട്ട് നൽകുന്നതിൽ ആ നോട്ടിൽ ഞാൻ ആ ഹദീസും അതിന്റെ അർത്ഥവും ഒക്കെ കൊടുത്തിട്ടുണ്ട്. സമയദൈർഘ്യം ഭയന്ന് ഞാൻ ഇവിടെ അത് വിശദീകരിക്കുന്നില്ല. ഏതായിരുന്നാലും ഇന്ന് നമ്മൾ വായിച്ച അവസാനത്തെ ആയത്തിൽ എന്താ പറയുന്നത് നോക്കാം. മാ അസ്വാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇദ്നില്ലാഹ് വമൻ യുഅ്മിൻ ബില്ലാഹി യഹ്ദി ഖൽബഹു വല്ലാഹു ബികുല്ലി ശൈഇൻ അലീം. ഇതാണ് ഈ ആയത്തിൽ പറയുന്നത്. മാ അസ്വാബ മിൻ മുസീബത്തിൻ, ഒരാപത്തും ഒരാളെ ബാധിക്കുകയില്ല, ഇല്ലാ ബിഇദ്നില്ലാ, അള്ളാഹുവിന്റെ അനുമതി പ്രകാരമല്ലാതെ. ഇതാണ് ഇതിലെ ഒന്നാമത്തെ ഭാഗം, ഈ മൂന്നാമത്തെ ആയത്തിലെ. വമൻ യുഅ്മിൻ ബില്ലാഹ്, ആർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുവോ, യഹ്ദി ബിഹി ഖൽബഹു, യഹ്ദി ഖൽബഹു, അവന്റെ മനസ്സിന് അവന്റെ ഹൃദയത്തിന് അള്ളാഹു നേർമാർഗം കാണിച്ചു കൊടുക്കും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതിൽ ആദ്യത്തെ ഭാഗം എന്താ അറിയോ, ഒരാളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മുസീബത്ത്, അവൻ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ആപത്ത് അവൻ ഉണ്ടാകുന്നു, സംഭവിക്കുന്നു എങ്കിൽ അത് അള്ളാഹു അവന് കണക്കാക്കിയതാണ്. അത് വേറെ ഒരാളെ കൊണ്ടും അല്ല ഉണ്ടാകുന്നത്. അപ്പൊ ആളുകൾക്കിടയിൽ ഈ വിഷയകമായി പല വിധത്തിലുള്ള അന്ധവിശ്വാസങ്ങളും തെറ്റിദ്ധാരണകളും നിലനിൽക്കും. രാവിലെ നമ്മൾ ഒരു നല്ല കാര്യത്തിന് വേണ്ടി പുറപ്പെട്ടാൽ അങ്ങനെ രാവിലെ എന്തെങ്കിലും ആദ്യം കാണുന്ന ഒരു കാഴ്ച നമ്മൾ ഇഷ്ടപ്പെടാത്ത ഒന്നാണെങ്കിൽ, ഒരു പൂച്ച ബലങ്ങടിച്ചു പോകുന്നതാണെങ്കിൽ അത് ആ യാത്ര ശുഭകരമല്ല എന്ന് വിശ്വസിക്കുന്ന അന്ധവിശ്വാസങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ചിലർക്കെങ്കിലും. യഥാർത്ഥത്തിൽ ആ പൂച്ചയും നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ദിവസം യാത്ര പോകുമ്പോൾ ഇന്ന ദിവസമായതുകൊണ്ടാണ് ഞാൻ പോയ കാര്യം ശരിയാവാതിരുന്നത് എന്ന് വിശ്വസിക്കുന്ന അങ്ങനെ പല തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നന്മയാകട്ടെ തിന്മയാകട്ടെ, നമ്മൾ ഈമാൻ കാര്യങ്ങളിൽ പഠിച്ചൊരു കാര്യമാണല്ലോ, നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കാം. അത് മദ്രസകളിൽ ചെറുപ്പകാലത്ത് വരെ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ആ പഠിച്ച നമ്മൾ തന്നെയാണ് ഒരു പൂച്ച, കറുത്ത പൂച്ച നമ്മളെ വിലങ്ങടിച്ചു പോയാൽ ആ പൂച്ച പോയത് കാരണമാണ് എൻ്റെ കാര്യം ശരിയാവാതിരുന്നത്. അതെങ്ങനെയാ? അപ്പൊ പിന്നെ എങ്ങനെ നമ്മൾ അള്ളാഹുവിൽ നിന്നാണ് എന്ന് വിശ്വസിക്കുന്ന നമ്മൾക്ക് എങ്ങനെ ഇത് വിശ്വസിക്കാൻ പറ്റും? അപ്പൊ യഥാർത്ഥത്തില് നമുക്ക് എല്ലാ നന്മകളും അള്ളാഹുവിൽ നിന്നാണ്, അത് അള്ളാഹുവിന്റെ തൗഫീഖാണ്. എന്നാൽ നമുക്ക് വരുന്ന തിന്മകളും അള്ളാഹുവിൽ നിന്ന് തന്നെയാണ്. പക്ഷേ അതിന്റെ ഉത്തരവാദി അള്ളാഹു അല്ല. നമ്മൾ ചെയ്ത തിന്മയുടെ ഫലം നമുക്ക് വരുന്നു എന്നതാണ്. പക്ഷെ വരുന്നത് അള്ളാഹുവിൽ നിന്നാണ്. അതിന്റെ കാരണം അള്ളാഹു അല്ല. അതിന്റെ കാരണം നമ്മൾ ചെയ്ത ചീത്ത കാര്യങ്ങളുടെ ഫലമായിട്ടാണ്. ഇതാണ് യഥാർത്ഥത്തിൽ നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണ് എന്ന് വിശ്വസിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരാള് നമുക്കൊരു തിന്മ വരുത്തണം എന്ന് ഉദ്ദേശിച്ചാല് അത് അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ജ്യോത്സ്യനാണെങ്കിലോ ഒരു സാഹിർ, ഒരു മാരണക്കാരനാണെങ്കിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പണിക്കരാണെങ്കിലോ ജ്യോത്സ്യനാണെങ്കിലോ ആർക്കും തന്നെ അത് സാധിക്കുകയില്ല. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അങ്ങനെയുള്ളവരെ നിങ്ങൾ അതറിയാനോ അല്ലെങ്കിൽ നിങ്ങൾ കാര്യം തീരുമാനിക്കാനോ സമീപിക്കുക പോലും ചെയ്യരുത്, അവർ പറയുന്നത് വിശ്വസിക്കരുത് എന്നൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. മഹാനായ ഇബ്നു അബ്ബാസ് ചെറിയ കുട്ടി 13 വയസ്സുള്ള കുട്ടിയായ സമയത്ത് നബിയുടെ പിന്നിൽ വാഹനപ്പുറത്ത് സഞ്ചരിക്കുകയാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുഞ്ഞിനോട് പറഞ്ഞു, മോനെ ഇന്നി ഉഅല്ലിമുക കലിമാത്തിൻ യഹ്ഫളില്ലാ യഹ്ഫളുക എന്ന് തുടങ്ങുന്ന ഒരു വചനമുണ്ട്. അതിന് ആ ഹദീസില് നബി അദ്ദേഹത്തോട് പറയാ, പൊന്നുമോനെ ഞാൻ ചില കാര്യങ്ങൾ നിനക്ക് പഠിപ്പിച്ചു തരാം. ഞാൻ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം, യഹ്ഫളില്ലാ യഹ്ഫളുക, നീ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ വിശ്വസിച്ച് അവനെ മാത്രം ഭയപ്പെട്ട് അവനെ സൂക്ഷിച്ച് ജീവിച്ചാൽ യഹ്ഫളുക, അവൻ നിന്നെ സംരക്ഷിക്കും. നീ വേറെ ആരെങ്കിലും ഭയപ്പെട്ട് വേറെയുള്ളവരെ, അതിന്റെ മറുവശം എന്താ, വേറെയുള്ളവരെ ഭയപ്പെട്ട് അവരെ സൂക്ഷിച്ചാലോ അവര് നിന്റെ സംരക്ഷണം ഏറ്റെടുത്തോളും, അള്ളാഹു അതിൽ നിന്ന് ഒഴിവാകും. എന്നിട്ട് പിന്നെ പറയുന്ന ഒരു കാര്യം എന്താ അറിയോ, അതിന്റെ അവസാനത്തില് ഫഅലം, നീ അറിയണം, ലൗ അന്നൽ ഉമ്മ ഇജ്തമഅത് അലാ അൻ യളുറൂക ബിശൈഇൻ ലൻ യളുറൂക ബിശൈഇൻ ഇല്ലാ ഖദ് കതബഹു അല്ലാഹു ലക. ഈ ലോകത്തിലുള്ള മുഴുവൻ അല്ലെങ്കിൽ ഈ ഉമ്മത്ത് സമുദായം മുഴുവനും ഒരുമിച്ചുകൂടി എന്തിന്, അൻ യളുറൂക, നിന്നെ എനിക്ക് എന്തെങ്കിലും ഒരു ഉപദ്രവം, നിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് അപായപ്പെടുത്തണം, നിനക്കൊരു ദോഷം വരുത്തണം എന്ന് അവർ മൊത്തത്തിൽ എല്ലാവരും കൂടി തീരുമാനിച്ചാൽ ലൻ യളുറൂക, അതാ അള്ളാഹു പറഞ്ഞു, എന്റെ പ്രവാചകൻ പറഞ്ഞത് പഠിപ്പിച്ചു കൊടുക്കുക. നമുക്ക്
ഇബ്നു അബ്ബാസിന്, നമുക്കും കൂടിയാണല്ലോ. എന്തായാലും പറഞ്ഞത്, അങ്ങനെ തീരുമാനിച്ചാൽ പോലും ലൻ യദുറൂക, അവർക്കൊരിക്കലും, ലൻ എന്നാ പറഞ്ഞത്, അവർക്കൊരിക്കലും നിന്നെ ഉപദ്രവിക്കാൻ, നിനക്കൊരു അപായം വരുത്താൻ അവർക്ക് സാധിക്കുകയില്ല. ഇല്ലാ ഖദ് കതബഹുല്ലാഹു ലക, അള്ളാഹു എന്താണോ നിനക്ക് രേഖപ്പെടുത്തി വെച്ചത് നിന്റെ ഖദറിൽ, അത് മാത്രമാണ് സംഭവിക്കുക. വേറെ ആരെങ്കിലും തീരുമാനിച്ചത് കൊണ്ടോ അവനൊന്ന് നോക്കിയത് കൊണ്ടോ ഇന്ന ആളെ ആദ്യം കണ്ടത് കൊണ്ടോ ഒന്നും നിന്റെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല എന്ന് ചുരുക്കം. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് അവസാനം പറയുന്നുണ്ട് റുഫിയാത്തിൽ അഖ്ലാം ജുഫത്തി സുഹഫ് എന്ന് പറഞ്ഞാല് നന്മത്തിന്തൊക്കെ എഴുതി വെക്കുന്ന, അള്ളാഹു എല്ലാം നേരത്തെ എഴുതി വെച്ചത്. അപ്പൊ പേന ഉയർത്തപ്പെട്ടിരിക്കുന്നു, അത് എഴുതുന്ന ആ പേജ് അല്ലെങ്കിൽ ആ പുസ്തകം വറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, അതൊക്കെ നേരത്തെ തീരുമാനിച്ചതാണ്. ഇനി ആരുടെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടൊന്നും സംഭവിക്കൂല. ഇവിടെ സംഭവിക്കുന്നതൊക്കെ നേരത്തെ അള്ളാഹു തീരുമാനിച്ചു വെച്ചിട്ടുള്ളതാണ് എന്ന്. പിന്നെന്തിനാ നമ്മൾ വേറൊരാളെ ഭയപ്പെടുന്നത്? അപ്പൊ അതുകൊണ്ട് മാ അസ്വാബ മിൻ മുസീബത്തിൻ, ഖുർആൻ ഒരു സ്ഥലത്ത് പറയാട്ടോ, മാ അസ്വാബ മിൻ മുസീബത്തിൻ ഇല്ലാ ഫിൽ അർളി വലാ ഫീ അൻഫുസിക്കും. മാ അസ്വാബ മിൻ മുസീബത്തിൻ, ഒരു അപകടവും ആപത്തും സംഭവിക്കുകയില്ല. ഫിൽ അർളി വലാ ഫീ അൻഫുസിക്കും, ഈ ഭൂമിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ശരീരങ്ങളിലോ ഒന്നും സംഭവിക്കുകയില്ല. ഇല്ലാ ഫീ കിതാബിൻ, അതൊരു ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലല്ലാതെ. മിൻ ഖബ്ലി അൻ നബ്റഅഹ, അത് സംഭവിക്കുന്നതിന്റെ മുമ്പ് അള്ളാഹു അത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സംഭവിക്കുകയുള്ളൂ എന്നാണ് പടച്ചോൻ പറയുന്നത്. അതാണ് നമ്മുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെ ആ വിശ്വാസം ഉണ്ടായാലാണ് ജീവിതം സേഫ്റ്റി ആവുക, ജീവിതത്തിൽ നിർഭയത്വം ലഭിക്കുക. അതുകൊണ്ട് പടച്ചോൻ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അല്ലദീന ആമനു, വിശ്വസിക്കുക. ആ വിശ്വാസം എന്തായിരിക്കണം? ആ വിശ്വാസത്തിൽ അവര് അക്രമം അഥവാ ശിർക്ക് കലർത്തിയിട്ടില്ല. യഥാർത്ഥത്തിൽ ഉലായിക്ക ലഹും അൽ അംന് വഹും മുഹ്തദൂൻ, അവർക്കാണ് ജീവിതത്തിൽ അമ്നുണ്ടാവുക, നിർഭയത്വം ഉണ്ടാവുക. അവരാണ് യഥാർത്ഥത്തിൽ മാർഗദർശനം ഹിദായത്തിലായ ആളുകൾ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ഇത് നമ്മുടെ വിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. പക്ഷെ ഈ വിശ്വാസത്തിൽ മുസ്ലിങ്ങളിൽപ്പെട്ട പല ആളുകൾക്കും അപകടങ്ങൾ, തെറ്റുകൾ സംഭവിക്കുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. ഇനി ആയത്തിലെ രണ്ടാമത്തെ ഭാഗം എന്താ അറിയോ? വമൻ യുഅ്മിൻ ബില്ലാഹി യഹ്ദി ഖൽബഹു, ആർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുവോ അവന്റെ മനസ്സിനെ, ഹൃദയത്തെ അള്ളാഹു എന്ത് ചെയ്യും? നേർമാർഗത്തിലാക്കും. എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? നമ്മള് എല്ലാ നന്മകളും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നമ്മൾ ശരിക്കും വിശ്വസിക്കുന്ന ആളുകളാണെങ്കിൽ അള്ളാഹു നമ്മുടെ ഹൃദയങ്ങൾക്ക് സന്മാർഗം കാണിച്ചു തരും. മാത്രമല്ല അതിലേക്ക് അവൻ നയിക്കുകയും ചെയ്യും. ഇപ്പൊ ഖുർആൻ ഒരു സ്ഥലത്ത് പറഞ്ഞല്ലോ, ആര് നന്നാവണം എന്ന് അവർക്ക് മനസ്സിലൊരു ആഗ്രഹം വേണം, അപ്പോഴാണ് അള്ളാഹു അവരെ നന്നാക്കുക എന്ന്. അല്ലാത്തവൻ അള്ളാഹു നന്നാക്കൂല. അപ്പൊ അതേപോലെ തന്നെ നമ്മൾ അള്ളാഹുവിൽ വിശ്വസിക്കുക, എന്നിട്ട് വിശ്വസിച്ച് അവന് ദൃഢമായി വിശ്വസിച്ചാൽ അള്ളാഹു നേരിലേക്ക് നമ്മൾക്ക് വഴി കാണിക്കും. നമ്മൾ ഓതുന്ന സൂറത്തുൽ ലൈൽ ഉണ്ടല്ലോ, ചെറിയൊരു അധ്യായം, ആ അധ്യായത്തിൽ അള്ളാഹു പറയുന്നുണ്ടല്ലോ, ഫഅമ്മാ മൻ അഅ്താ വത്തഖാ വസദ്ദഖ ബിൽ ഹുസ്നാ ഫസനയസ്സിറുഹു ലിൽ യുസ്റാ എന്ന് പറഞ്ഞാൽ എന്താ? ഫഅമ്മാ മൻ അഅ്താ വത്തഖാ, ആര് സൂക്ഷ്മത പാലിക്കുകയും അതേപോലെ തന്നെ ധർമ്മങ്ങൾ, ദാനങ്ങൾ നിർവഹിക്കുകയും ചെയ്തുവോ. ഫഅമ്മാ മൻ അഅ്താ വത്തഖാ വസദ്ദഖ ബിൽ ഹുസ്നാ, മാത്രമല്ല ഈ ഏറ്റവും നേരായതിന് അല്ലെങ്കിൽ നന്മയെ സത്യപ്പെടുത്തുകയും ചെയ്യുന്നവനാരോ, അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ധർമ്മം നൽകുകയും നല്ലതിനെ, നന്മയെ സത്യപ്പെടുത്തുകയും ചെയ്യുന്നവനാരോ അഥവാ അതിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവനാരോ, ഫസനിയസ്സിറുഹു ലിൽ യുസ്റാ, അവനെ എളുപ്പമായതിലേക്ക് അള്ളാഹു വഴി കാണിച്ചു കൊടുക്കും. എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ അങ്ങനെ ഒരു മാർഗം സ്വീകരിക്കണം എന്നും അങ്ങനെ ചിന്തയും മനസ്സും നമുക്കുണ്ടായ നമ്മുടെ മനസ്സിനെ അള്ളാഹു ഏറ്റവും നേരായതിലേക്ക് വഴി കാണിക്കും. അതല്ല, ദുഷിച്ച ചിന്തയാണ് മനസ്സിലുള്ളതെങ്കിൽ ആ ദുഷിച്ചതിലേക്കായിരിക്കും അവൻ പോവുക. അതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം എപ്പോഴാ ഈ ചിന്തകളൊക്കെ എപ്പോഴാ മാറുകയോ, നമ്മുടെ ജീവിതത്തിൽ ഒരു പരീക്ഷണം വരും. ചിലപ്പോൾ എന്താ അറിയോ, നമ്മുടെ ജീവിതത്തിൽ കുട്ടിക്കൊരു അസുഖമായി, അല്ലെങ്കിൽ ജീവിതത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായി, അതല്ലെങ്കിൽ വൈവാഹിക ജീവിതത്തിന്റെ ബന്ധങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായി, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അതൊക്കെ നമുക്ക് പരമാവധി നമ്മൾ അള്ളാഹുവിൽ ക്ഷമിച്ച് അതിനുള്ള പരിഹാരങ്ങൾ കാണും. ഒരിക്കലും ഒരു സത്യവിശ്വാസി നിരാശപ്പെടൂലല്ല. കാരണം എന്താ അറിയോ? നിരാശപ്പെടാതിരിക്കാൻ കാരണം
അവൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ്. കാരണം ഇങ്ങനെ ആയിരുന്നെങ്കിൽ അങ്ങനെ ആകുമായിരുന്നു എന്നൊരു വിശ്വാസം അവനില്ല. അള്ളാഹു എന്താണോ ഉദ്ദേശിച്ചത്, കണക്കാക്കിയത്, അത് സംഭവിച്ചു എന്നതാണല്ലോ. അപ്പൊ അവന്റെ ജീവിതത്തിൽ അവന് സന്തോഷകരമാകുന്ന എന്തൊരു കാര്യം ജീവിതത്തിൽ ഉണ്ടായി, അപ്പൊ അവനൊരു ജോലി കിട്ടി, അവനൊരു വീട് വെച്ചു, അതല്ലെങ്കിൽ അവനൊരു വാഹനം വാങ്ങിച്ചു, അതല്ലെങ്കിൽ അവനൊരു സന്താനമുണ്ടായി, ഇങ്ങനെ എന്തൊക്കെ, അതല്ലെങ്കിൽ അവന്റെ കുഞ്ഞിന്റെ അസുഖം മാറി, ഇങ്ങനെ എന്തൊക്കെ നമ്മൾക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഉണ്ടായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാട്ടോ, അവൻ എന്ത് ചെയ്യുന്നറിയോ? ശക്കറ, അവൻ നന്ദി കാണിക്കും പടച്ചവനോട്. കാരണം എന്താ? ഇത് പടച്ചവനാണ് മാറ്റി തന്നത്. ഈ അനുഗ്രഹം എനിക്ക് നൽകിയത് അള്ളാഹുവിന്റെ നിഅമത്ത് കൊണ്ടാണ് എനിക്കൊരു വീടുണ്ടായത്, അവന്റെ കാരുണ്യം കൊണ്ടാണ് എനിക്കൊരു വാഹനം വാങ്ങാൻ പറ്റിയത്, അവൻ എന്നെ അനുഗ്രഹിച്ചത് കൊണ്ടാണ് എനിക്കൊരു ജോലി കിട്ടിയത്. അപ്പൊ എന്താണ്? അവൻ അള്ളാഹുവിന് ശുക്ർ കാണിക്കും. അപ്പോ അള്ളാഹു അവൻ എന്ത് ചെയ്യും? അത് അവന് ഗുണകരമാകും. അതല്ല, ഇനി അതേ സത്യവിശ്വാസിക്കൻ എപ്പോഴും നന്മയായിരിക്കണം എന്നില്ലല്ലോ ജീവിതത്തിൽ ഉണ്ടാവുക. അവനുണ്ടായിരുന്ന ഒരു വാഹനം, ആ വാഹനം ഒരു അപകടത്തിലാകെ തകർന്നു പോയി എന്ന് വെച്ചോളും, ആ വാഹനം നഷ്ടമായി. അതല്ലെങ്കിൽ അവന്റെ ഉള്ള ജോലി നഷ്ടപ്പെട്ടു പോയി. പക്ഷെ അപ്പോഴൊക്കെ എന്താ അറിയോ? അത് അള്ളാഹു അങ്ങനെ എന്തെങ്കിലും ഒരു നന്മ ഉണ്ടാകും. ചിലപ്പോൾ അതിനേക്കാൾ ഒരു ജോലി നല്ലത് ലഭിക്കാൻ വേണ്ടി കുറച്ച് കഴിഞ്ഞിട്ട് പഠിച്ചവൻ അങ്ങനെ ആയിരിക്കും. അങ്ങനെ അള്ളാഹുവിനെ പറ്റി നല്ലതേ അവൻ വിചാരിക്കൂ. കാരണം എന്താ അറിയോ? ആരെങ്കിലും എന്റെ ജോലി നഷ്ടപ്പെടുത്താൻ ഉദ്ദേശിച്ച് അതിനുവേണ്ടി പരിശ്രമിച്ചത് കൊണ്ടല്ല എന്റെ ജോലി നഷ്ടപ്പെട്ടത്, മറിച്ച് അള്ളാഹു അങ്ങനെ കണക്കാക്കി. അതിനൊരു മാർഗം ചിലപ്പോൾ അവരാരെങ്കിലും അതിനുവേണ്ടി അസൂയ നിമിത്തം പ്രവർത്തിച്ചതാകാം. പക്ഷേ അള്ളാഹു അങ്ങനെ നിശ്ചയിച്ചിരിക്കും. അതുകൊണ്ട് ഒരുപക്ഷെ അള്ളാഹുവിന് അതിനേക്കാൾ നല്ല ഒരു ജോലി തരാൻ അള്ളാഹുവിന് കഴിയും. അപ്പൊ എനിക്ക് അള്ളാഹുവിന്റെ വിശ്വാസം വർദ്ധിക്കുകയാണ്. അപ്പൊ ഈ നഷ്ടപ്പെട്ടതിൽ ഞാൻ ക്ഷമിക്കാം, എന്റെ വാഹനം അപകടത്തിലായതിൽ ഞാൻ ക്ഷമിക്കാം. അങ്ങനെ ആകുമ്പോഴോ അവന് അതും ഗുണകരമാകും. അപ്പൊ അള്ളാഹു എന്ത് ചെയ്യും? അവൻ ക്ഷമിച്ചതിന്റെ ഫലമായി അവന് കൂടുതൽ നൽകും. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇത് എല്ലാ മനുഷ്യർക്കുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലൈസ ദാലിക ഇല്ലാ ലിൽ മുഅ്മിൻ, ഇതൊരു സത്യവിശ്വാസിക്ക് മാത്രമുള്ളതാണ്. കാരണം എന്താ അറിയോ? അതിന്റെ ഒന്നാമത്തെ കാരണം അവൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവനാണ്. അപ്പൊ നമ്മുടെ എല്ലാ വിഷയങ്ങളുടെയും മെയിൻ കാരണം, റീസൺ എന്ന് പറയുന്നത് അള്ളാഹുള്ള വിശ്വാസം. അവനുമായി നമ്മൾ എത്ര അടുത്ത് ദൃഢമായി വിശ്വസിക്കുന്നുവോ ആ വിശ്വാസത്തിനനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളെ കൈകാര്യം ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനും നമുക്ക് സാധിക്കുക. അത് ഒരു സത്യവിശ്വാസിക്ക് മാത്രം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത് അജബൻ ലി അംറിൽ മുഅ്മിൻ, ഒരു സത്യവിശ്വാസിയുടെ കാര്യം അത്ഭുതകരം തന്നെ എന്ന്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിൽ വിശ്വാസം പോരാ, ദൃഢവിശ്വാസികളാവുക. അങ്ങനെ ആകുമ്പോൾ ജീവിതത്തിൽ ഒരു പ്രയാസവും നമുക്ക് പ്രയാസം ഉണ്ടാവില്ല എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം, മറിച്ച് ആ പ്രയാസത്തെ വലിയ ബുദ്ധിമുട്ടില്ലാതെ തരണം ചെയ്യാൻ നമ്മുടെ വിശ്വാസം കൊണ്ട് നമുക്ക് സാധിക്കും. കാരണം എന്താ? അതിനൊക്കെ അള്ളൊരു മാർഗം കണ്ടിട്ടുണ്ടാവും. കുട്ടിക്ക് അസുഖമായ അതൊക്കെ പടച്ചോന് അയ്യൂബ് നബിന്റെ അസുഖം മാറ്റിയവനല്ലേ എന്ന് നമുക്കറിയണം. ആ മാറ്റിയവൻ എന്താ? അവനാണ് അള്ളാഹു. വൈദാ മരിദ്തു ഫഹുവ യശ്ഫീൻ. ഇങ്ങനെ ഒരുപാട് അള്ളാഹുവിനെ കുറിച്ചുള്ള കൃത്യമായ ഒരു ധാരണയും ബോധവും വിശ്വാസവും നമുക്കുണ്ടായി കഴിഞ്ഞാൽ ജീവിതത്തെ സുഖകരമായി ആസ്വദിക്കാനും കഴിയും. അള്ളാഹു ആ രൂപത്തിൽ ജീവിതത്തെ ക്രമീകരിക്കാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ബാക്കി ആയത്തുകൾ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.